ഹലോ എവ്രി വൺ. അലിഫ് അറബിക് ടാലൻറ്റ് ടെസ്റ്റ് 2023-24 വർഷത്തെ LP സബ് ഡിസ്ട്രിക്റ്റാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിനു മുമ്പ് LP 2023-24 സ്കൂൾ ഞാൻ ചെയ്തിട്ടുണ്ട്, സ്കൂൾ ലെവല്. പിന്നെ അതുപോലെ 2022-ത്തെ UP LP ഡിസ്ട്രിക്റ്റ് സബ് ഡിസ്ട്രിക്റ്റ് സ്കൂളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി LP ഡിസ്ട്രിക്റ്റ് ചെയ്യുന്നുമുണ്ട്. അപ്പം UPൻ്റെതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ ചെന്ന് കാണുക. അതിലുള്ള ചില ക്വസ്റ്റ്യൻസൊക്കെ ഇതിലും വന്നിട്ടുണ്ട്. ഏതൊക്കെ കഴിഞ്ഞ മുമ്പുള്ള വർഷങ്ങളത്തത് പിന്നീട് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ഡിപ്പെൻഡ് ചെയ്യുക. ജസ്റ്റ് എൻ്റെ വീഡിയോസ് ഇങ്ങനെ കേട്ടാൽ മാത്രം മതി, അപ്പോഴേക്കന്നെ നിങ്ങൾക്ക് എല്ലാം പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫി അയ്യ മുക്കാത്തഴത്തിൻ യക്കൗ കിത്താർ മെട്രോ. മെട്രോ ട്രെയിൻ ഏത് ജില്ല, മുക്കാത്തഴ വെച്ചാൽ ജില്ല, ഏത് ജില്ലയിലാണ് യക്കൗ നിൽക്കുന്നത്, ഏത് ജില്ലയിലാണ് മെട്രോ ട്രെയിൻ ഉള്ളത്? ഏതിലാണ്? എറണാകുളം അല്ലേ, ഓപ്ഷൻ ബി എറണാകുളം. നെക്സ്റ്റ് നോക്കാം. ജം ഉ സൗറക്. സൗറക് എന്നതിൻ്റെ ജം എഴുതാൻ. ജം എന്താണെന്ന് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്. അപ്പം നമ്മൾ ക്ലാസ്സിൽ നിങ്ങൾ ഒരാൾ മാത്രമേ വന്നിട്ടുള്ളൂ, സാർ എന്താ പറയുക, ഒരു കുട്ടി മാത്രമേ ഇന്ന് വന്നിട്ടുള്ളൂ എന്ന് പറയും അല്ലേ. അപ്പം നിങ്ങൾ സാറ് ഇപ്പം പറയാണ് എല്ലാവരും വന്നിട്ടുണ്ട്, എല്ലാ സ്റ്റുഡൻസും നിങ്ങളെ ക്ലാസ്സിൽ വന്നിട്ടുണ്ട്, സാർ എന്താ പറയുക, എല്ലാ കുട്ടികളും വന്നിട്ടുണ്ട് എന്നാണ് പറയുക. എല്ലാ കുട്ടിയും വന്നിട്ടുണ്ടെന്നാണോ പറയുക? നമ്മൾ കൂടുതലായിട്ടും എല്ലാ കുട്ടികളും ഇന്ന് പ്രസൻ്റ് ആണെന്നാണല്ലേ പറയുക. എല്ലാ കുട്ടിയും ഇന്ന് പ്രസൻ്റ് ആണെന്ന് പറയുന്നതിനെക്കാളും നമ്മൾ പൊതുവായിട്ട് യൂസ് ചെയ്യുക എല്ലാ കുട്ടികളും എന്നുള്ളതാണ് അല്ലേ. അപ്പം അവിടെ കുട്ടി എന്നതിന് നമ്മൾ മലയാളത്തിൽ ഒരുപാട് കുട്ടികളുണ്ട്, കുട്ടികൾ എന്ന് പറയും. അതുപോലെ തന്നെ സൗറക്ക് എന്നതിന് അത് ഒരുപാട് എണ്ണം ഉണ്ടാകുമ്പോൾ നമ്മൾ പറയുക എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്, അതാണ് സവാരിക്. ആൻസർ ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാ ഹുവ സഹീഹ്. ഏതാണ് ശരി, ഏതാണ് ശരിയായി എഴുതിയത് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് കമീസ്, കുപ്പായല്ലേ. കുപ്പായത്തിന് അറബിയിൽ എന്താണ് പറയുക? ഇവിടെ ഒരുപാട് രീതിയിൽ കൊടുത്തിട്ടുണ്ട്. കമീസ്, 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 ഇത്രയാണ് കൊടുത്തിട്ടുള്ളത്. ഇല്ല, ശരിയായിട്ടുള്ളത് ഓപ്ഷൻ എ കമീസ്, കമീസ്. ഓക്കെ. റത്തിബ് ജുംല. ജുംല ഓർഡർ ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന ഒന്ന് തന്നെയാണ്. എന്താണ് ഇതെങ്ങനെയാണ് വരിക, ഞാൻ പറയുന്ന ആ ഒരു സ്ട്രക്ചർ പഠിച്ചാൽ അത് നിങ്ങൾക്ക് ഉറപ്പായി ചെയ്താൻ പറ്റും, ആ ഒരു മാർക്ക് വാങ്ങാനും പറ്റും. ഇത് എല്ലാത്തിലും ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഇതുപോലെ തന്നെ ഓർഡർ ചെയ്യാനാണ് ഉണ്ടാവല്. 1, 3, 2, 4 എന്നാണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും അത് ഗൈറ്റ് വരല്. പക്ഷേ നമ്മൾ അത് വിചാരിച്ചിരിക്കരുത്. നമ്മൾ എന്താണ് നോക്കേണ്ടത്, ഇതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് അല്ലേ. റജ, റജ എന്ന് പറഞ്ഞാൽ എന്താണ്? പോയി എന്നാണ്. റജ എന്ന് വെച്ചാൽ മടങ്ങി, മടങ്ങി അല്ലേ, മടങ്ങി എന്നാണ് അർത്ഥം. റജ മടങ്ങി. മിൻ നിന്ന്, ഒരു സ്ഥലത്ത് നിന്ന് എന്ന് വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്താണ്? വാലിദ്. വാലിദ് പറഞ്ഞാൽ ആരാണ്? പിതാവിലെ. പിതാവ് മടങ്ങി എവിടെയോ ഒന്ന് നിന്നിട്ടാണല്ലോ. എവിടെ നിന്നാണ്? ആ പിതാവ് മസ്ജിദ്, പിതാവ് പള്ളിയിൽ നിന്നും മടങ്ങി അല്ലേ. നമ്മൾ ഫസ്റ്റ് അറബിയിൽ സെൻറ്റൻസ് ഉണ്ടാക്കുന്ന ടൈമിൽ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഫിഅലാണ്. ഫിഅൽ പറഞ്ഞാൽ ഒരു പ്രവൃത്തി, എന്തെങ്കിലും ഒരു പ്രവൃത്തിയാണ് ആദ്യം വരേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ്? മടങ്ങിയതാണല്ലേ പ്രവൃത്തി, മടങ്ങി വന്നു, അതിൽ മടങ്ങിയതാണല്ലേ ഒരു പ്രവൃത്തി. അപ്പോൾ നമ്മൾ എന്താണോ അവിടെ നടക്കുന്ന പ്രവൃത്തി അതാണ് ഫസ്റ്റ് വരേണ്ടത്. അപ്പോൾ ഓടുകയാണെങ്കിൽ ഓടി, അല്ലെങ്കിൽ തല്ലുകയാണ് തച്ചു, കൊല്ലുകയാണ് കൊന്നു, വായിക്കുകയാണ് വായിച്ചു. അപ്പോൾ ഫസ്റ്റ് വരേണ്ടത് ഒരു പ്രവൃത്തിയാണ് അറബിക്കിൽ. ഇത് എപ്പോഴും നിങ്ങൾ എത്ര കാലം അറബി പഠിക്കുന്നു അത്രയും കാലം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് വളരെയധികം എല്ലാ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും സ്കൂൾ ലെവലാണേലും സബ് ഡിസ്ട്രിക്റ്റ് ആണേലും ഡിസ്ട്രിക്റ്റ് ആണേലും സ്റ്റേറ്റ് ലെവലാണേലും ഒക്കെ നിങ്ങൾക്ക് വരുന്നൊരു ക്വസ്റ്റ്യനാണ് ഈ ഒരു ഇത്. അപ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലാക്കി വെച്ചോ, നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. ഫസ്റ്റിന് നമുക്ക് എന്താണ്? ഒരു പ്രവൃത്തിയാണ് വേണ്ടത്. അപ്പോൾ ഇവിടുത്തെ പ്രവൃത്തി എന്താണ്? റജ അല്ലേ. പിന്നെ ആരാണോ അത് പ്രവർത്തിച്ചത്
ആരാണോ അത് പ്രവർത്തിച്ചത് അവരാണ് സെക്കൻഡായിട്ട് വരുന്നത്. ആരാണ് ഇവിടെ? വാലിദാണ്, പിതാവാണ് പ്രവർത്തിച്ചത് അല്ലേ? പിതാവല്ലേ മടങ്ങി വന്നത്, അപ്പം അതുകൊണ്ട് തന്നെ അവിടെ പിതാവാണ് പ്രവർത്തിച്ചത്. പിന്നെ മൂന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ എന്തിന് തൊട്ടാണോ പ്രവർത്തിച്ചത് അല്ലെ, എന്തിലാണ് പ്രവർത്തിച്ചത് എന്നുള്ളതാണ് മൂന്നാമത്തെ വരേണ്ടത്. എന്താണ്? പള്ളിയിൽ നിന്നും മടങ്ങി വന്നതല്ലേ ഇവിടെ മറ്റേ ചെയ്ത ഒരു കാര്യം അല്ലേ? അപ്പം ഫസ്റ്റ് എന്ത് പ്രവൃത്തിയാണോ ചെയ്തത്, ആരാണോ ചെയ്തത്, എന്തിനെ തൊട്ടാണോ ചെയ്തത്, ഇത്രയും കാര്യങ്ങൾ ഓർഡറായിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ആദ്യം റജ, മടങ്ങി എന്നതാണ് ഫസ്റ്റ് വരേണ്ടത്. പിന്നെ അൽ വാലിദ്, പിതാവ്. പിന്നെ മിനൽ മസ്ജിദ്, മസ്ജിദ് എന്ന് മാത്രം എഴുതിയാൽ പറ്റൂല, അതിന് മുമ്പ് ഫസ്റ്റ് റജ എഴുതുക. പിന്നെ അൽ വാലിദ് വലതാട്ടോ, സോറി, വാലിദ് എന്ന് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് വലത്, കുട്ടിയാണല്ലേ മടങ്ങിയത്, സോറി എൻ്റെ മിസ്റ്റേക്കാണ്. പിന്നെ മിനൽ മസ്ജിദ് എവിടെ നിന്നാണ്? പള്ളിയിൽ നിന്നുമാണ്. അപ്പോൾ എന്താണ് ഫസ്റ്റ്? റജ മടങ്ങി, അൽ വലദ് കുട്ടി, മിനൽ മസ്ജിദ് പള്ളിയിൽ നിന്നും കുട്ടി മടങ്ങി. അപ്പോൾ 1, 3, 2, 4 എന്നാണ് വരിക. 1, 3, 2, 4 ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി നോക്കാം. ഫി അയ്യ മുക്കാത്തയത്തിൻ വുലിദ കുറുവള്ളി മുഹമ്മദ് മൗലവി. കുറുവള്ളി മുഹമ്മദ് മൗലവി ഏത് മുക്കാത്ത, ഏത് ജില്ലയിലാണ് ജനിച്ചത്? ഏത് ജില്ലയിലാണ്? ആൻസർ മലപ്പുറം, ഓപ്ഷൻ സി. ഫി അയ്യ മംലക്കത്തിൻ തക്കൗ കഅബ. ഏത് രാജ്യത്താണ് എന്ത് തക്കൗ കഅബ സ്ഥിതി ചെയ്യുന്നത് ഏത് രാജ്യത്താണ്? ആൻസർ ഓപ്ഷൻ സി, സൗദി അറേബ്യ. അവൽ വസീർ തർബവിയ വത്തഅലീം ഫിൽ ഹിന്ദ്. ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? അബുൽ കലാം ആസാദ്. നെക്സ്റ്റ് നോക്കാം. മുത്തറാദിഫ് കലിമത്തിൽ മഞ്ചിൽ എന്നതിൻ്റെ അതേ അർത്ഥം വരുന്ന, മുത്തറാദിഫ് എന്ന് പറഞ്ഞാൽ അതേ അർത്ഥം വരുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? മുത്തറാദിഫ് എന്ന് പറയുക. മുത്തറാദിഫ്, ലിദ്, ജം എന്നൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. ലിദ് വെച്ചാൽ ഓപ്പോസിറ്റ്, അതായത് ഇപ്പം തഹ്ത എന്നതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഫൗക്കയാണ് അല്ലേ? അതുപോലെ നമ്മൾ കുറച്ചെണ്ണത്തിൻ്റെത് പഠിച്ചു വെക്കണം. ലിദ് അതുപോലെ ജം നമുക്കറിയാം, സഹർ, അസ്ഹാർ, ഷജറ, അഷ്ജാർ നമുക്കറിയാം അല്ലേ? ഓക്കെ. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് മുത്തറാദിഫ് വേറെയാണ്. നമ്മൾ പറയും വാലിദ് എന്നും അബ് എന്നും എന്ത് പറയും? നമ്മൾ ഉപ്പക്ക് പറയൂലേ, നമ്മുടെ പിതാവിന് നമ്മൾ എന്താ പറയും? വാലിദ് എന്നും അതുപോലെ തന്നെ അബു എന്നും പറയൂലേ. അതുപോലെ തന്നെ മൻസിൽ എന്ന് വെച്ചാൽ വീട് എന്നാണ് അർത്ഥം, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പം അതിന് അതേ അർത്ഥം വരുന്ന വേറൊരു വേർഡ് ഉണ്ട്, മസ്കൻ എന്ന് പറഞ്ഞാലും വീടാണ്. മൻഹു വസീറുൽ വുസറ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ എ, MK സ്റ്റാലിനാണ്. ഓക്കെ, അത് തമിഴ്നാടിൻ്റെയും കർണാടകൻ്റെയും ഒക്കെ പഠിച്ചു വയ്ക്കുക മുഖ്യമന്ത്രീനെ. അതാണ് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളാണ് വരാൻ ഏറ്റവും ചാൻസ് ഉള്ളത്. അതതുൽ അഅ്ലാ ഫി ഫരീഖിൽ കുറത്തുൽ ഖദം എന്ന് വെച്ചാൽ ഫുട്ബോളാണ്. ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് എത്ര ആളുകളാണ് ഫുട്ബോൾ കളിക്കാറുള്ളത്? ഓപ്ഷൻ സി, 11 ആളുകളാണ് ഫുട്ബോൾ കളിക്കുക. ഫി അയ്യി മുക്കാത്തയത്തിൻ തക്കോ ജാമിയത്തു കാലിക്കൂത്ത്. ഏത് ജില്ലയിലാണ് ജാമിയ കോഴിക്കോട് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്? ഏത് ജില്ലയിലാണ്? മലപ്പുറം. എന്താണ്? ഓപ്ഷൻ സി, മലപ്പുറത്താണ് എന്ത് ചെയ്യുന്നത്? ജാമിയത്തു കാലിക്കൂത്ത്, കോഴിക്കോട്ട് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. വത്തൻ മലാല യൂസഫ്സായിൻ്റെ വത്തൻ രാജ്യം ഏതാണ്? മലാല യൂസഫ്സായിൻ്റെ രാജ്യം ഏതാണ്? പാകിസ്ഥാൻ, ഓപ്ഷൻ ഡി, പാകിസ്ഥാൻ. ഹൽഫി ജൈബിക്ക, നിൻ്റെ കീശയിൽ എന്താണുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഹൽഫി ജൈബിക്ക എന്താണ്? കലമുൻ, ഓപ്ഷൻ എ ആണ് ആൻസർ വരിക കേട്ടോ. നെക്സ്റ്റ്, കൈഫ എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഹൗ എന്നാണ് കൈഫ എന്നതിൻ്റെ അർത്ഥം. എങ്കിൽ മത എന്നതിൻ്റെ അർത്ഥം എന്താണ്? വെൻ എന്നാണ് അല്ലേ? ഓപ്ഷൻ ബി. അത് നിങ്ങൾ പഠിച്ചേക്കാൻ ഞാനൊരു എളുപ്പമായി പറഞ്ഞുതരാം. ഒരു സോങ് ആണ് കേട്ടോ, ഒരു 4-5 എണ്ണം വരുന്നത്. ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പാടി കേൾപ്പിച്ചുതരാം. മന്നാര് മകായെന്ത് മത്തായപ്പോൾ അയിനായെവിടെ കൈഫ എങ്ങനെ
മന്നാര് മത എന്ത് മത എപ്പോൾ അയിന എവിടെ കൈഫ എങ്ങനെ. ഈ ഒരു സോങ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സൗത്തുൽ ഉറാബ്. ഉറാബിൻ്റെ സൗണ്ട് എന്താണ്? നഈക്കുൻ. നഈക്ക് എന്നതാണ് എന്ത്? ഉറാബിൻ്റെ സൗണ്ട്. സൗത്തുൽ കൽബ്. അങ്ങനെയെങ്കിൽ നായയുടെ സൗണ്ട് എന്താണ്? എന്താണ് 15ൻ്റെ ആൻസർ? ഓപ്ഷൻ സി നുബാഹ്. നുബാഹ് എന്നതാണ് നായയുടെ സൗണ്ട്. ഇനി നോക്കാം അറബി. അറബിയാണ് എഴുതേണ്ടത്. ഐ ആം സോറി. ഐ ആം സോറി എന്നതിൻ്റെ അറബി എന്താണ്? ഓപ്ഷൻ സി അന ആസിഫ്. അന ആസിഫ് എന്നതാണ് ഐ ആം സോറി എന്നതിൻ്റെ അറബി. അഷജറത്തു തുതഇലന അസ്തമർ എന്നതാണ് ഇതിൻ്റെ ആൻസർ. കാരണം അഷജറത്തു, ഷജറസ് നമുക്ക് തരുന്നു. എന്താണ് തരുന്നത്? അസമർ. ഫ്രൂട്ട്സ് അല്ല നമുക്ക് തരുന്നത്. അപ്പം അസമർ എന്നതാണ് എഴുതേണ്ടത്. മദീനത്തുൻ മുർത്തഫിഅത്തുൻ ഫി കേരള. കേരളത്തിലെ ഏറ്റവും ഉയർന്ന മദീന പ്രദേശം ഏതാണ്? ഏതാണ് ആൻസർ? ഓപ്ഷൻ സി മൂന്നാർ. അതുകൊണ്ടാണ് നമ്മൾ മൂന്നാറിലൊക്കെ പോകുമ്പോൾ നമുക്ക് നന്നായിട്ട് തണുപ്പാണ് അനുഭവപ്പെടാറ്. പിന്നെ നമ്മൾ ഊട്ടിയിലേക്കാണല്ലേ പോകാറ്. ഊട്ടി എന്തല്ല, കേരളത്തിലല്ല, അത് തമിഴ്നാട്ടിലാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ഹയസ്റ്റ് മദീന, ഏറ്റവും ഉയരം കൂടിയ പട്ടണം ഏതാണെന്ന് ചോദിച്ചാൽ അത് മൂന്നാറാണ് കേട്ടോ. മനില്ലസി ഇസ്തഅമൽ കലിമത്തു ജയ് ഹിന്ദ് അവലൻ. ജയ് ഹിന്ദ് എന്ന വേർഡ് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആരാണ് ജയ് ഹിന്ദ് എന്ന വേർഡ് ആദ്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്? ആൻസർ ആരാണ്? നമ്മുടെ ആസാദാണ് അല്ലേ? അബുൽ കലാം ആസാദാണ് ജയ് ഹിന്ദ് എന്ന വേർഡ് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അദദു സജദാത്ത് ഫി സലവാത്തിൽ ഫറാഇൽ ഹംസ്. 5 വക്ത് നിസ്കാരങ്ങളിൽ നമ്മൾ എത്ര സുജൂദാണ് ചെയ്യുന്നത്? എത്ര സുജൂദാണ് നമ്മൾ ചെയ്യുന്നത്? 34 സുജൂദുകളാണ് നമ്മൾ 5 വക്ത് നിസ്കാരങ്ങളിൽ ചെയ്യുന്നത്. ഓക്കെ. അഷ്ഹറു അസ്വത്തു ബദറുൽ കുബ്ര. ഏത് മാസത്തിലാണ് ബദർ യുദ്ധം നടന്നത്? വലിയ യുദ്ധമായിരുന്നു അല്ലേ ബദർ. അത് ഏത് വർഷത്തിലാണ് ഏത് മാസത്തിലാണ് നടന്നത്? ഏത് മാസത്തിലാണ്? റമലാൻ മാസത്തിലാണ് ബദർ യുദ്ധം നടന്നത്. അതാണ് നമ്മൾ ബദ്രീങ്ങളുടെ ആണ്ട് നമ്മൾ റമലാനിലല്ലേ കഴിക്കാറുള്ളത്. അത് റമലാനിലാണ് ഇത് നടന്നത്. അതുകൊണ്ടാണ്. ഓക്കെ. യമീൻ്റെ ഓപ്പോസിറ്റ് ഞാൻ പറഞ്ഞു. ലിദ്ദിനെ കുറിച്ച് ഞാൻ പറഞ്ഞു നേരത്തെ. ഞാൻ മുതറാദിഫ് പറഞ്ഞു തരുമ്പോൾ ഞാൻ പറഞ്ഞു ലിദ് ഉണ്ടാവുന്നത്. ഇതാണ് ലിദ്. ഈ ക്വസ്റ്റ്യൻ 22ാമത്തെ ഈ ക്വസ്റ്റ്യൻ ലിദ്ദിൻ്റെ ക്വസ്റ്റ്യനാണ് വന്നിട്ടുള്ളത്. യമീൻ്റെ ലിദ്ദാണ് എന്ത്? ഷിമാൽ അല്ലേ? യമീൻ എന്ന് വെച്ചാൽ വലതുഭാഗം, ഷിമാൽ എന്ന് വെച്ചാൽ ഇടതുഭാഗം. അതുപോലെ നമുക്ക് വരാൻ ചാൻസ് ഉള്ള ഒന്നാണ്, വന്നിട്ടുള്ള ഒന്നാണ് അമാം എന്ന് വെച്ചാൽ എന്താണ്? ഫ്രണ്ട് സൈഡാണ് അല്ലേ? അപ്പോൾ ബാക്ക് സൈഡ് നമ്മൾ എന്താണ് പറയുക? വറ. അതൊരു ലിദ്ദാണ്. അമാമിൻ്റെ ഓപ്പോസിറ്റ് വറ. അതുപോലെ തന്നെ തഹ്ത ഫൗക്ക. ഇതാണ് അധിക ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇത് തന്നെ. തഹ്തൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? തഹ്ത വെച്ചാൽ താഴെയാണ്. തഹ്തൻ്റെ ഓപ്പോസിറ്റ് എന്താ വെച്ചാൽ ഫൗക്ക, മുകളിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അശ്ശൈഉ യക്തുബു കസീറൻ വലാ യഖ്റഉ മാ ഹുവ. അശ്ശൈഉ യക്തുബു കസീറൻ. ഞാൻ ഒരുപാട് എഴുതാറുണ്ട്, ഒരുപാട് എഴുതും. പക്ഷെ വലാ യഖ്റഉ, ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല, ഞാൻ സംസാരിക്കാറില്ല. ഒരുപാട് എഴുതും പക്ഷെ അത്രയും സംസാരിക്കില്ല. ആരാണത്? പേനയാണ് അല്ലേ? പേന വെച്ച് നമ്മൾ ഒരുപാട് എഴുതാറില്ലേ? ഒരുപാട് എഴുതൂലേ? പക്ഷെ അത് പേന സംസാരിക്കുമോ? സംസാരിക്കില്ല. അക്ബർ ബലദിൻ ഫിൽ ആലം. ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രം ഏതാണ്? ഏറ്റവും വലിയ രാജ്യം ഏതാണ്? റൂസിയ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റഷ്യക്ക് അറബിയിൽ റൂസിയ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ ബി. നോക്കാം. അതിനെ തക്കോ കുമരംഗം മർക്കസ് തായിർ. അതായത് കുമരംഗം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൂത്തയം. ഓപ്ഷൻ ബി. കോട്ടയത്താണ് കുമരംഗം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഒരു ക്വസ്റ്റ്യനും ലാസ്റ്റത്തെ അതിനകത്താക്കോ കുമരംഗം
മർക്കസ് താഹിർ, അതായത് കുമരംഗം പക്ഷി സങ്കേതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ കോട്ടയം. ഈ ഒരു ക്വസ്റ്റ്യൻ വേറെ ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതെന്നാന്ന് തോന്നുന്നു. അപ്പം നിങ്ങളതൊന്ന് പോയിട്ട് കാണാം. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക. മറ്റ് വീഡിയോസൊക്കെ ഓപ്പൺ ചെയ്ത് കാണുക. ഓക്കെ, താങ്ക് യു.